നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. തച്ചോളി മാണിക്കോട്ട് ഉദയനക്കുറിപ്പ്. അങ്ങനെ ഉദയനക്കുറിപ്പിൻ്റെ വീരകഥകളാണ് നമ്മൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദയനക്കുറിപ്പ് വളർന്നു വലുതായി കുറച്ച് പ്രായമൊക്കെയായി വീരനും ശൂരനും നല്ല ആരോഗ്യവാനുമായിട്ട് അങ്ങ് വളരുകയാണ്. സദാ സമയമുണ്ട് കേട്ടോ. കൂട്ട് ചാപ്പൻ. അച്ഛൻ ഒരാളാണ്, അമ്മ രണ്ടാളാണ്, സഹോദരങ്ങളുമാണ്, കൂട്ടുകാരുമാണ്. ഒരു ദിവസം അവിടെ അടുത്ത് വാളകം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് രണ്ടാളും കൂടെ തിരിച്ചു വരിക. മാണിക്കോത്തേക്ക് വരുമായിരുന്നു, തച്ചോളി വീട്ടിലേക്ക്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ വലിയ വിശാലമായൊരു പാടം. അന്ന് കാലത്ത് നെൽകൃഷിയൊക്കെ ചെയ്യുന്ന പാടങ്ങൾ ധാരാളമുണ്ട്. അതിൻ്റെ നടുക്കുള്ള വരമ്പേ കൂടിയാണ് വരിക. വരമ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരാൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒതുങ്ങി നിന്ന മറ്റേ ആൾക്ക് ഇങ്ങോട്ട് പോരാ, അങ്ങനെയുള്ളൂ സ്ഥലം. അതുപോലെയാണ് ഒരു കണ്ടം മറ്റൊരു കണ്ടത്തെ വേർതിരിക്കുന്ന അതിരാണ് വരമ്പുകൾ എന്ന് പറയുന്നത്. ആ ഒരു വരമ്പ് കൂടെ പോരും. അപ്പോൾ സാധാരണ എതിരെ ഒരാൾ വരികയാണെങ്കിൽ വഴി മാറി കൊടുക്കാനായിട്ട് വരമ്പത്ത് സ്ഥലം കാണില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒരാളിപ്പോൾ നേരെ വരുന്നുണ്ട് മാന്യനായിട്ട്, മര്യാദക്കാർ തമ്മിൽ രണ്ടു കൂട്ടരും മര്യാദയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? അയാൾക്ക് വഴി മാറി കൊടുക്കുക. ഇങ്ങനെ ഇടവരമ്പേ അങ്ങോട്ട് മാറി നിൽക്കും. അപ്പം എതിരെ വരുന്നവരിങ്ങോട്ട് കടന്നു പോയതിനു ശേഷം ഇയാൾ അങ്ങോട്ട് പോകും. അങ്ങനെയാണ്. അതല്ല എന്ന് വെച്ചാൽ മറ്റയാൾക്കും തോന്നാം ഇതുപോലെ, എൻ്റെ എതിരെ ഒരാൾ വരുന്നുണ്ട്, ഞാൻ വഴി കൊടുക്കാണ്ടിരിക്കണത് ശരിയല്ല. അപ്പം അയാൾ മറ്റേ വരമ്പത്തു കൂടെ മാറി നിൽക്കും. അപ്പം ഇയാൾക്ക് നേരെ പോകാൻ വഴി മാറി കൊടുക്കുന്നതാണ്. അതിന് അന്ന് കാലത്തൊക്കെ ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. എന്താ പഴഞ്ചൊല്ലെന്നറിയാമോ? മര്യാദക്കാരനും 3 വഴി. അതെങ്ങനെയാണ്? രണ്ടുപേരും മര്യാദക്കാരനാണെങ്കിൽ ഞാൻ അയാൾക്ക് വഴി മാറി കൊടുത്തേക്കാം. നടുക്ക് കൂടെയുള്ള ഒരു വഴിയാണ് നടന്നു വരണത്. അപ്പം മര്യാദക്കാരായവരാണെങ്കിൽ എന്തു ചെയ്യും? ഒരാൾ വഴി മാറി കൊടുക്കും, മറ്റേ ഈ വഴി പൊക്കോട്ടെ, തനിക്ക് പോകാനുള്ള വഴി ആൾ പൊക്കോട്ടെ എന്ന് വിചാരിക്കും. അയാളും മര്യാദക്കാരനായുള്ള അയാൾ വിചാരിക്കും എനിക്കെതിരെ വരണ ആൾ ഇതിലെ പൊയ്ക്കോട്ടെ, ഞാൻ മാറി കൊടുക്കാം എന്ന് കരുതി ഇങ്ങോട്ട് മാറി നിൽക്കും. അപ്പം രണ്ടു കൂട്ടരും മര്യാദക്കാരനാകുമ്പോൾ നടുവിൽ കൂടെ പോകാനുള്ളൊരു വഴി, ആദ്യത്തെ ആൾ മാറിയതൊരു വഴി, രണ്ടാമത്തെ ആൾ മാറിയത് മറ്റൊരു വഴി. അതാണ് പറയണത്, മര്യാദക്കാരനും 3 വഴി. ഇനിയിപ്പോൾ രണ്ടാൾ തമ്മിൽ വരുന്നത് മര്യാദക്കാരനും കുരുത്തം കെട്ടവനും കൂടിയാണ് വരണതെന്ന് വെച്ചാലോ 2 വഴി. എന്താ? മര്യാദക്കാരൻ അയാൾ കടന്നു നോക്കോട്ടെ എന്ന് കരുതി മാറി നിൽക്കും. കുരുത്തം കെട്ടം വഴി മാറുക, അയാൾ നേരെ അങ്ങോട്ട് പോവും. അപ്പം നേർക്ക് കുരുത്തം കെട്ടം പോകണം, നേർക്കുള്ളൊരു വഴി, മാറി നിന്ന് മറ്റൊരു വഴി. അങ്ങനെ 2 വഴി. കുരുത്തം കെട്ടാനും കൂടിയാണ് വരണമെങ്കിലോ, വരമ്പത്ത് കൂടെ പോകണമെങ്കിലോ ഒരൊറ്റ വഴി, രണ്ടാളും മാറില്ല. കൂട്ടിമുട്ടി 2 പേരും ഇടിച്ച് പറക്കണ്ടത്തിലേക്കും ചാടും, അവിടുന്ന് എണീറ്റ് വാക്തർക്കം ഉണ്ടാവും. എന്തിനു പറയണോ അത് മതി അന്നത്തെ കാലത്ത് ഒരംഗം വെട്ടാൻ, അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാകാൻ ആരെങ്കിലും ഒരാൾ റെഡി. അവരവർ നേരിട്ട് അംഗം വെട്ടും. അതല്ലെങ്കിൽ കാശിന് സൗകര്യമുള്ളവരവനും പോവാതെ ഉണ്ട് നല്ല അംഗച്ചേകവന്മാരെ അസലായിട്ട് അംഗത്തിൽ ജയിക്കാൻ കൂടുതൽ പേരെ കാശ് കൊടുത്ത് ആളെ ഏർപ്പാട് ചെയ്യും. നമ്മളിപ്പോൾ കേസൊക്കെ വാദിക്കാനായിട്ട് വക്കീലന്മാരെ വെക്കണില്ലേ? പണ്ട് കാലത്ത് അംഗം വെട്ടിയെ ജയിക്കലായിരുന്നത്. ഈ ഉദയനനും ചാപ്പനും കൂടെ വരമ്പത്ത് കൂടി നടന്നു പോകുമ്പോൾ എതിരെ ഒരാൾക്കൂട്ടം വരുന്നുണ്ട്. ഒരാൾ നേരസ്ഥനായിട്ട് ഇങ്ങനെ നേരെ നടക്കുന്നുണ്ട്, പിന്നാലെ വേറെയും കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഉദയനൻ ചോദിച്ചു, ചാപ്പ ആരാ ആ നേർക്ക് വരണത് എന്ന് പറഞ്ഞു. ചാപ്പൻ ഇങ്ങനെ കൈ വെച്ചിട്ട് സൂക്ഷിച്ച് നോക്കി. ദൂരെന്ന് പറയാമല്ലോ, നടപ്പും ആളുടെ വരവൊക്കെ കണ്ടപ്പോൾ അത് ചിണ്ടൻ നമ്പ്യാരോ? അതാരാ അത്? പറയാം. ഈ പയ്യനാടൻ എന്ന് പറയുന്ന പയ്യനാട് നാട്ടിൽ പയ്യനാടൻ എന്ന് വീട്ടുപേരായിട്ടുള്ള ഒരു ചിണ്ടൻ നമ്പ്യാരുണ്ട്. അദ്ദേഹം 18 കളരിക്ക് ആശാനാണ് എന്ന് പറഞ്ഞാൽ 18 സ്ഥലത്തായിട്ട് അദ്ദേഹം കളരിപ്പയറ്റ് പഠിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വലിയ അഭ്യാസിയായ ഒരു കളരിപ്പയറ്റുകാരൻ. അതാണ് അതിൻ്റെ അർത്ഥം. അന്ന് കാലത്ത് പറയുക അങ്ങനെയാണ്. 8 കളരിക്ക് ആശാൻ, 12 കളരിക്ക് ആശാൻ. ഈ ചിണ്ടൻ നമ്പ്യാർ 18 കളരിക്ക് ആശാനാണ്. ആളാ വരണേ. കൂടെ കാണുന്നത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമാണ്.
ചാപ്പൻ പറഞ്ഞു, അതെയോ പിന്നെ ഒതേന ആളൊരു പൊട്ടിക്ക് അഹങ്കാരിയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അതായത് രക്ഷപ്പെടാൻ ഏറ്റുമുട്ടാൻ നിൽക്കാതെ കണ്ട് നമുക്ക് വഴി മാറാം എന്നുള്ള അർത്ഥത്തിലാണ് ചാപ്പൻ പറഞ്ഞത്. ഓതേനം പറഞ്ഞു, ഓഹോ കേട്ടിട്ടുണ്ടോ ഇയാളുടെ അഹങ്കാരത്തെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനായിട്ട് അങ്ങോട്ട് ചെന്ന് നടക്കണമെന്നില്ല, ഞാൻ എൻ്റെ വഴിക്ക് അങ്ങോട്ട് പോവുകയാണ്. ഇങ്ങോട്ട് വന്നാൽ ഞാനോട്ട് വിടൂല്ല. അയ്യോ, അങ്ങനെ പറഞ്ഞു. രണ്ട് കൂട്ടരും മാറാൻ തീരുമാനിച്ചില്ല. അടുത്തടുത്ത് വരിക. ഒതേനൻ മുമ്പേ ചാപ്പൻ പുറകിൽ, ചിണ്ടൻ നമ്പ്യാർ മുമ്പേ, പുറകിൽ ശിഷ്യന്മാർ ഒരു കൂട്ടം. രണ്ട് കൂട്ടരും കൂടി ഇതാ അടുക്കാൻ പോവാണ്. അടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം അടുത്ത് മുട്ടി. ചാപ്പനിങ്ങനെ ശ്രദ്ധിച്ചു, എന്താ ഭാവം. 2 പേർക്കും ഒരു കൂസലുമില്ല, നേർക്ക് നേറ്. ഉടൻ തന്നെ എന്തു ചെയ്തു? ചാപ്പ അടുത്തെത്തിയപ്പോൾ ഉദയനം പറഞ്ഞു, ചാപ്പ സൂക്ഷിച്ചോ, ഇങ്ങോട്ട് മര്യാദ തെറ്റിയാൽ അങ്ങോട്ടും തെറ്റും, ഉറപ്പാ എന്ന് പറഞ്ഞു. ഉദയനം രണ്ടും കൽപ്പിച്ചു കരുതി നിന്നു. ഇരു കൂട്ടരും കൂടുതൽ ആവേശത്തോട്ട് കൂട്ടി അങ്ങോട്ട് നടന്ന് എന്തുണ്ടായി? ഓതേനനും ചിണ്ടൻ നമ്പ്യാരും തമ്മിൽ മാറോടങ്ങോട്ട് കൂട്ടിമുട്ടി. ഊക്കോടെ അങ്ങോട്ട് ചെന്ന് ഇട്ടിച്ചു. ഓതേനൻ അപ്പുറത്തേക്കും വീണു, ചിണ്ടൻ നമ്പ്യാർ അപ്പുറത്തേക്കും വീണു. രണ്ടാളും കണ്ടത്തിൽ വീണു. നമ്പ്യാരുടെ കൂടെ ശിഷ്യന്മാരുണ്ട്, അവർ കൂട്ടി വന്നു. തങ്ങളുടെ ഗുരുവിനെ പിടിച്ച് എണീപ്പിച്ചു. അയാൾ ചാടിക്കേറി വരമ്പത്ത് നിന്നു. ഓതേനന് ഒരു സഹായമില്ലാണ്ട് ഓതേനനും കയറി നിന്നു. എന്നിട്ട് ഉടനെ കുറച്ച് നേരം അങ്ങോട്ടും നോക്കി. ആരാ തെറ്റ് ചിണ്ടൻ നമ്പ്യാർക്ക് തോന്നൽ, എനിക്ക് ഇവൻ വഴി മാറേണ്ടവനല്ലേ, ഞാനല്ലേ പ്രായം കൂടിയവൻ, ഞാനല്ലേ 18 കളരിക്ക് ആശാൻ. ഓതേനൻ്റെ വിചാരം എന്താ? ഇയാൾക്ക് 18 കളരിക്ക് ആശാനാണ്, ഒരുപാട് ശിഷ്യർ കൂടെ ഉണ്ടെന്നുള്ള അഹങ്കാരം കൊണ്ടല്ലേ എനിക്ക് വഴി മാറാഞ്ഞ്. ഒന്ന് മാറി വെച്ചിട്ട് ഇപ്പം എന്താ തെറ്റ്? ഇത് ഓതേനൻ്റെയും ചിന്ത. എന്തിനു പറയണു? രണ്ടാളും മാറിയില്ല, കൂട്ടിയിടിച്ചു, താഴെ വീണു, വീണ്ടും വരമ്പത്ത് ചാടി വീണു. ഉടൻ തന്നെ ഇത് തച്ചോളി മാണിക്യത്തെ കുഞ്ഞോതേനനാണെന്ന് മനസ്സിലായി ഈ നമ്പ്യാർക്ക്. അപ്പോൾ ഉടൻ തന്നെ പറഞ്ഞു, വേഗോതേനനോട്, നിൻ്റെ ചേട്ടൻ കോമപ്പക്കുറുപ്പ് ഞാനെതിരെ വരണ കണ്ട എനിക്ക് വഴി മാറാറുണ്ട്. എന്നിട്ടാ പിന്നെ നിനക്ക് ഞാൻ വഴി മാറണേ? ഞാനല്ല വഴി മാറണം, നീ വഴി മാറണം. നിൻ്റെ ചേട്ടൻ പോലും എനിക്ക് വഴി മാറുന്നവനാ എന്ന അഹങ്കാരത്തോടെ അങ്ങോട്ട് പറഞ്ഞു നമ്പ്യാർ. ഓതേനൻ അത് കേട്ടു. സ്വതവേ തന്നെ ദേഷ്യം വന്നിട്ട് നിൽക്കുക. പിന്നെ പോരെങ്കിൽ ഈ അഹങ്കാര വാക്കുകൾ കേട്ടപ്പോൾ എന്ത് ചെയ്ത്? ഇങ്ങോട്ട് കാട്ടിയാൽ അങ്ങോട്ടും. അതാണ് ഓതേനൻ്റെ ഒരു രീതി. ഞാൻ അങ്ങോട്ട് വന്ന് കാണിക്കാനൊന്നുമില്ല, പക്ഷേ ഇങ്ങോട്ട് കാട്ടിയ, അഹങ്കാരം കാട്ടിയ അങ്ങോട്ടും അത് തന്നെ രീതി. ഉടനെ ഓട്ടൻ തന്നെ നമ്പ്യാർ പറയണ്ട, ചക്ക നീ പേടിപ്പിക്കാതെ, നീ എന്നെ പേടിപ്പിക്കല്ലേ, എന്നെ ധിക്കരിക്കുന്ന നീ, ചവിട്ടി ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞൊരു ഭീഷണി. നിന്നെ ഞാൻ ചവിട്ടി കൊല്ലും എന്നുള്ളതിലാണ് പറയണത്. ചവിട്ടി തഴുത്തുള്ളൂ. എനിക്ക് വഴി മാറിയിട്ടില്ല, എനിക്ക് മാറിപ്പോടാ എന്ന് പറഞ്ഞു. നിന്നെ ഞാൻ ചവിട്ടി കണ്ടെത്തി താഴ്ത്തും എന്ന് പറയണതിന് തുല്യമായിട്ട് എന്നോടല്ല, ഞാൻ ചവിട്ടി പറയണില്ല, ചവിട്ടി കടിപ്പിക്കല്ലേ. ഈ പാമ്പുകളെയാണ് ചവിട്ടിയെ കടിക്കുക. വിഷമുള്ള പല്ല് വെച്ച് താഴ്ത്തും. പാമ്പുകൾക്ക് ഭയങ്കര പകയ. എപ്പോഴായാലും പാമ്പ് കടി ഏൽക്കുന്നത് പാമ്പുകൾക്ക് വേദന പറ്റുമ്പോഴാണ്. അറിയാതെ അവയെ ചവിട്ടിപ്പോകും. ഇവിടെ ചിണ്ടൻ നമ്പ്യാർ പറയാം, ഞാൻ നല്ല ഉഗ്രവിഷമുള്ളൊരു മൂർഖം പാമ്പ, നീ എന്നെ ചവിട്ടി വെറുതെ കടി മേടിക്കരുതുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഓതേനൻ പറഞ്ഞു, വെറുതെ എൻ്റെ നമ്പ്യാരെ കാശ് കൊടുത്ത് അടിമേടിക്കരുത്. ഞാൻ എൻ്റെ പഴിക്ക് പിന്നെ കാശ് കൊടുത്തിട്ട് അടിമേടിക്കുക അതും ചെയ്യരുതെന്ന് എന്ന് പറഞ്ഞു.
നമ്പ്യാർ കാലി കൊണ്ട്. എന്നാൽ എനിക്കതൊന്ന് കാണണം. നീ എൻ്റെ നീ എന്നെ അടിക്കണത് ഒന്ന് കാണണം. എനിക്ക് അടി തരുന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എനിക്കതൊന്നും അങ്ങോട്ട് കാണണം എന്ന് മൂച്ചിൽ പറഞ്ഞു. ശരി ശരി ശരി, അങ്ങനെയാവട്ടെ അങ്ങനെയാവട്ടെ. ഇട്ടം തന്നെ നമ്പ്യാർ എന്ത് പറഞ്ഞെന്നറിയാമോ? അടുത്ത ഞായറാഴ്ച നീയും നിൻ്റെ ആൾക്കാരും ഒക്കെ കൂടിയിട്ട് പൊന്നിയത്ത് അങ്കത്തട്ടിൽ വരണം. അപ്പം അന്ന് നാട്ടിൽ അംഗം കുറിക്കുന്ന, അംഗം നടക്കുന്ന പൊതുവായൊരു സ്ഥലമാണ് പൊന്നിയത്ത് അങ്കക്കളരി. അവിടെ വച്ചാണ് പടവെട്ട്, അംഗം വെട്ട്. ആ അംഗത്തിൽ ഒരാൾ മരിക്കും, ഒരാൾ ജയിക്കും, അങ്ങനെയാണ്. അപ്പം പൊന്നിയത്ത് അംഗം തട്ടിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അംഗം കുറിച്ചു, തീരുമാനിച്ചു. രണ്ടുപേരും തമ്മിൽ അംഗം വെട്ടി ആരാ ജയിക്കണേന്നറിയാനായിട്ട്. അത്രയ്ക്കൊക്കെ വേണ്ടു കാര്യങ്ങൾ അന്നത്തെ കാലസ്ഥിതിക്ക് എന്ന് പറഞ്ഞ് ഈ വിവരം അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും തിരിച്ച് അവരവരുടെ വഴിക്ക് പോയി. അപ്പം ഇത് കേട്ടപ്പോഴത്തേക്കും ശിഷ്യന്മാർ തങ്ങളുടെ ഗുരുവായ ചിണ്ടൻ നമ്പ്യാർ, പയ്യമ്പള്ളി ചിണ്ടൻ നമ്പ്യാർ, താച്ചോളി, അത് വലിയ ഗൗരവമുള്ള പ്രായമുള്ള 18 കളരിക്ക് ആശാനായിട്ടുള്ള ചിണ്ടൻ നമ്പ്യാർ, താച്ചോളി മാണിക്കത്തോ തേനൻ. നാളെ കണ്ട് പുത്തിരിയംഗം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ആ ഉദയനനുമായിട്ടുണ്ട് അംഗം കുറിച്ചങ്ങൾ. ചിണ്ടൻ നമ്പ്യാർക്ക് ഗമ്യായി. ഉദയനൻ ചുമ്മാ ചിണ്ടൻ നമ്പ്യാരുടെ മുമ്പിൽ ഒന്നുമല്ല, ഒരു പ്രാപ്തിയില്ല. ഈയിടെ വന്നല്ലേ ഉള്ളൂ കളരിക്ക്, പ്രായം വളരെ കുറഞ്ഞ ആൾ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഈ വാർത്ത നാട്ടിൽ മുഴുവൻ പരന്നു. അപ്പം ഉദയനൻ എന്തു പറഞ്ഞു? എനിക്ക് ഈ അപമാനം സഹിക്കാൻ പറ്റില്ല. ഞാനീ അപമാനം ഇത് തച്ചോളി മാണിക്കത്തേക്ക് ഈ പുത്തിരിയ പുന്നിയത്ത അംഗം കുറിച്ച കാര്യമായിട്ട് എങ്ങനെ വീട്ടിലേക്ക് പോണേ? പക്ഷെ പോവാതിരുന്നാലോ? തൻ്റെ ജ്യേഷ്ഠനും പെങ്ങളുമൊക്കെ ഇല്ലേ അവിടെ. എന്തായാലും മനസ്സോട്ട് ദേഷ്യം വന്നിട്ട് ചേട്ടൻ എന്താ പറയണേന്ന് അറിയട്ടെ എന്നും പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ചേട്ടൻ കോമപ്പക്കുറുപ്പ് ആകെ സങ്കടപ്പെട്ടും വിഷമിച്ചും പരിഭ്രമിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അങ്ങനെ മുറ്റത്തു കൂടെ. അതുകൊണ്ട് ചെന്ന വഴിക്ക് വേഗം കുഞ്ഞോദയന, അബദ്ധമല്ലേ നീ കാണിച്ചത്? പയ്യമ്പള്ളി ചിണ്ടൻ നമ്പ്യാർ ആരാ? 18 കളരിക്ക് ആശാനാണ്. അദ്ദേഹവുമായിട്ടൊക്കെ നീ അംഗം കുറിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടി തോറ്റു തുന്നം പാടിയെന്നാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നീ ആരുമല്ല. അദ്ദേഹം ആരാ? എത്ര വലിയ ആശാനാന്നൊന്നും. അതെൻ്റെ ദേഷ്യം. അതിനിപ്പോൾ എനിക്കെന്താ? അദ്ദേഹത്തിന് 18 കളരി ഉണ്ടെങ്കിൽ 18 കളരിയിലും പൊക്കോട്ടെ. അംഗം വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ നമ്പ്യാരുമായിട്ട് അംഗം വെട്ടാനായിട്ട് ഞാൻ വിടില്ല. കാരണം അദ്ദേഹത്തിന് ജയിക്കാൻ നിനക്ക് പറ്റില്ല കുട്ടി എന്നും പറഞ്ഞു. തൻ്റെ അനിയനെ വേർപിരിയേണ്ടി വരിക, അനിയനെ ഈ അംഗത്തിന് വിട്ടിട്ട് അനിയനെ ആപത്ത് വന്നാലോ എന്ന് ഭയപ്പെട്ട് കോമപ്പക്കുറുപ്പ് എന്തു ചെയ്തു? നീ പോയി അദ്ദേഹത്തിനോട് മാപ്പ് പറയണം. അപ്പം അംഗം ഒഴിവാക്കാൻ പറ്റും. ഉദയനം വന്ന് മാപ്പ് പറഞ്ഞാൽ മതി ഇല്ലോ എന്നും പറഞ്ഞ് പിന്നെ ഞാനിപ്പോൾ മാപ്പൊന്നും പറയാൻ പാടില്ല എന്ന് ഉദയനം മനസ്സിൽ വിചാരിച്ചെങ്കിലും കോമപ്പക്കുറുപ്പ് അപ്പം തന്നെ അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് അകത്തു പോയിട്ട് ഒരു ചെല്ലം എന്ന് പറയണ അന്ന് കാലത്തൊക്കെ ഉള്ള വീടുകളിലുള്ള ഒരു ഉപകരണമാണ്. അതിൽ സാധാരണ മുറുക്കാൻ അന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ മുറുക്കുന്നവരാണ്. എന്താ ഈ മുറുക്കൽ? വെറ്റില, ചുണ്ണാമ്പ്, അട്ടയ്ക്ക, ചിലർ പുകയിലയും കൂട്ടും. പുകയിലേക്ക് ഒരു ലഹരിയൊക്കെ ഇട്ട് പലരും പുകയില കൂട്ടാതെയാണ് മുറുക്കുക. അപ്പോൾ ഈ എവിടേക്കെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് ഈ വെറ്റില, ചുണ്ണാമ്പ് തേച്ച് ഒരു കഷ്ണം അടക്കയും കൂടെ വെച്ചിട്ടങ്ങോട്ട് മുറുക്കുക. ഇത് മൂന്നും കൂടിയിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവുമ്പോൾ ചൊക്കാന്ന് ചോര പോലെയുള്ള വെള്ളവും ഉമിനീരും കൂട്ടി അങ്ങോട്ട് ചവച്ച് രസമായിട്ട് ആൾക്കാർ ഇങ്ങനെ നടക്കുക. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും മുറുക്കുന്നവർ അപൂർവമുണ്ട്. ഇതുപോലെ ചുമപ്പിച്ചുകൊണ്ട് നടക്കുന്നവരൊന്നുമില്ല. തിരുവാതിരക്കാലത്ത് സ്ത്രീകൾ സുമംഗലികൾ മുറുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഈ
ചിണ്ടൻ നമ്പ്യാർക്ക് കൊടുക്കാനായിട്ട് ഒരു ചെല്ലം, അത് വെക്കണ പാത്രത്തിന് പറയണത് ചെല്ലം എന്നാണ്. ഒരു ചെറിയ പെട്ടി, വെറ്റിലങ്ങനെ അടക്കി 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 അടയ്ക്കും. ഒരു ചെറിയൊരു ഒരു ഭാഗം ഇങ്ങനെ ഒരടപ്പുള്ള പെട്ടി പോലെ ഒരറ, അതിൽ അടയ്ക്ക നുറുക്കി 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 കഷ്ണങ്ങളാടും. ആ അറ ഒന്ന് മുറിച്ചുണ്ട് ഒരു ചെറിയ അറ ഒരരുത് അതിൽ ചുണ്ണാമ്പ്. അപ്പം എന്താ, ഈ ഒരു പെട്ടി കയ്യിലങ്ങോട്ട് എടുത്ത ചെല്ലപ്പെട്ടി എന്താണ് പറയുക, ആ ചെല്ല എടുത്തുകൊണ്ട് വലിയ വലിയ പ്രഭുക്കന്മാർക്കൊക്കെ ഈ ചെല്ലപ്പെട്ടി ചുവന്നുകൊണ്ട് നടക്കാൻ കൂലിക്കാരുണ്ടാവും, തിരുമേനിമാർക്ക് പ്രഭുക്കന്മാർക്ക് ഒക്കെ. അങ്ങനെ ഈ അതുപോലുള്ളൊരു ചെല്ലപ്പെട്ടി എടുത്തിട്ട് അതിൽ നിറയെ നാണയങ്ങൾ ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഓതേനൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൊണ്ട് കാൽക്കൽ വെച്ച് വെറ്റിലയും പണവും ഒരു ദക്ഷിണയായിട്ട് ഇത് സമസ്ത അപരാധം പറഞ്ഞ് ക്ഷമിക്കണം, ക്ഷമ ചോദിക്കുക. അപ്പോൾ ഈ അംഗം വെട്ടിന്ന് ഒഴിവാകാം, അതുകൊണ്ട് നീ ചെല്ല് എന്ന് പറഞ്ഞു. ഓതേനൻ്റെ മനസ്സിലാകെ അളക്കലും ചൊരിയലും എന്ന് പറഞ്ഞ ഒരു വിചാരം. എങ്ങനെയാണ് ഞാൻ ചേട്ടനെ ധിക്കരിക്കണേ? ചേട്ടൻ പറഞ്ഞതനുസരിക്കാണ്ട് പാടൂ. മൂത്ത സഹോദരന് അച്ഛൻ്റെ സ്ഥാനം ഉണ്ടെന്ന വെപ്പ്, അത് പറ്റില്ല. അതേസമയം അഭിമാനം, തൻ്റെ അഭിമാനം നോക്ക്. തന്നെ അംഗം വെട്ടി ജയിക്കാൻ വെല്ലുവിളിച്ചവൻ്റെ മുമ്പിൽ താൻ ചെന്ന് ക്ഷമ ചോദിക്കേ, അതിന് തൻ്റെ അഭിമാനവും സമ്മതിക്കണില്ല. സഹോദര സ്നേഹവും അഭിമാനവും തമ്മിൽ കൂട്ടിയിടിക്കുക. ഒക്കെ കഴിഞ്ഞ് അവിടെ സഹോദര സ്നേഹം വിജയിച്ചു. കോമപ്പക്കുറുപ്പ് നിർബന്ധമായിട്ട് പറഞ്ഞു, ഓതേന പോവണം, ചിണ്ടൻ നമ്പ്യാരുടെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കണം. പൊന്നിയത്ത് അങ്കത്തട്ടിൽ അങ്കക്കളരിയിലേക്ക് പൊയ്ത്തിന് പോവാൻ, നമ്പ്യാരോട് നീ പൊയ്ത്ത് അംഗം കുറിച്ച് അംഗം വെട്ടാൻ പോവാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞു, നിർബന്ധമായിട്ട് പറഞ്ഞു. ഓതേനൻ മനസ്സില്ലാ മനസ്സോടെ ചെല്ലപ്പെട്ടി എടുത്ത് ഇദ്ദേഹത്തിൻ്റെ കളരിയിലേക്ക് പോയി. ആരുടെ? ചിണ്ടൻ നമ്പ്യാരുടെ. ചിണ്ടൻ നമ്പ്യാർ അവിടെ ഗംഭീരമായിട്ട്, കളരി എന്ന് പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് വിശാലമായ സ്ഥലം, അവിടെ പല കുട്ടികളുണ്ടാവും, അവർ അടവുകൾ പഠിക്കുക, ചാടി എണീക്കുക, വൈത്താരി ചൊല്ലുക, വാളത്ത് ഇടത്തോട്ട് വെട്ടുക വലത്തോട്ട് വെട്ടുക, നല്ല താളാത്മകമായ വിധത്തിലാണ് വാൾപ്പയറ്റ്, കഠാരവേഗ ആയുധ പരിശീലനം നടത്തുന്നത്. ഈ കളരിയിൽ അദ്ദേഹം തൻ്റെ ശിഷ്യന്മാർക്ക് ആയുധ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓതേനം ചെന്ന്, ഓതേനം പുറത്തു നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ചിണ്ടൻ നമ്പ്യാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആശാനായിട്ട് അവിടെ ഗംഭീരമായിട്ട് ഇങ്ങനെ സിംഹാസനം പോലുള്ളൊരു കസേരയിലിരിക്കുക, പീഠത്തിലിരിക്കുകയാണ്. പീഠം എന്നാണെന്ന് പറയാം, കസേരയല്ല, ഇത്തിരി ഉയർത്തുന്ന സ്ഥലം. ആ പീഠത്തിലിങ്ങനെ ഇരിക്കുക. ഓതേനൻ അവിടെ നിന്നേളം നിന്നുകൊണ്ട് ഒരു മലക്കം മറിച്ചിൽ കളരിയുടെ നടുക്ക് അദ്ദേഹത്തിൻ്റെ തൊട്ട് മുൻപിലൊന്ന് ചെന്ന് ചാടി. അതിനൊരു അഭ്യാസം പറയാം. ചെന്ന് ചാടി ചെല്ലപ്പെട്ടി അങ്ങോട്ട് കാൽക്കൽ വെച്ചു. എന്നിട്ട് വേണം വേണ്ട നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് ഓക്കാനിക്കണ പോലെ, കേൾക്കാൻ ഒരു ചതവില്ലാത്ത, ഒട്ടും ആത്മാർത്ഥതയില്ലാതെ, ഒരു വിനയവും ഇല്ലാതെ കേട്ടോ, ക്ഷമിക്കണം എന്നൊരു പറച്ചിൽ. പെട്ടി കൊണ്ടുവച്ചു. അതായത് ചേട്ടൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ചേട്ടനെ ധിക്കരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരൊറ്റ ചടിയും കൊണ്ട് ആ പെട്ടി കൽക്കൽ വെച്ചിട്ട് ക്ഷമിക്കണം എന്നൊരു പറച്ചിൽ. ചിണ്ടൻ നമ്പ്യാർ ആരാത് എന്ന് വിചാരിച്ച് ഈ മറക്കണം കെട്ട് ഒന്ന് ചാടി വീണത് ആരാത് എന്നിട്ട് ഇങ്ങനെ ചപ്പം കെട്ട് നോക്കുമ്പോൾ എന്താ, തലേ ദിവസം കുറച്ച് ദിവസം മുമ്പ് വരമ്പത്ത് വെച്ച് തലേ ദിവസം ഏറ്റുമുട്ടിയ തച്ചോളി മാണിക്കത്തെ കുഞ്ഞോ തന്നെ. ഓട്ടം തന്നെ എന്ത് ചെയ്തു എന്നറിയാമോ, വായിക്കകത്ത് നല്ല മുറുക്കാനിട്ട് നിറച്ച് മുറുക്കാൻ തുപ്പലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഒരൊറ്റ തുപ്പ് അതെൻ്റെ മുഖത്തേക്കേ തിപ്പരൊരപമാനമുണ്ടോ, മോക്കത്തേക്കൊരു ഉപ്പങ്ങോട്ട് കൊടുത്ത് ചൊക്കച്ചൊക്കാന്നിരിക്കുക, ചോര പോലെയാണ്. അങ്ങോട്ട് തൊപ്പി നാണം കെടുത്തി. എന്നിട്ടോ കൊണ്ടുവച്ച് ചെല്ലപ്പെട്ടിട്ടല്ല, കൊട്ടത്താനെ കാലുകൊണ്ട് ഒരൊറ്റ തട്ട്. കേമയില്ലേ? ഓതേനൻ അവിടുന്ന് തിരിഞ്ഞ് ഒരൊറ്റ പൂക്കുഞ്ഞു പോന്നു.
ഇനി എന്താ സംഭവിക്കാന്നറിയണ്ടേ നമുക്ക്? ഞാൻ നാളെ പറയാം കേട്ടോ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.